ഹലോ കുട്ടീസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു, എണീക്കാൻ തോന്നത്തില്ല. പക്ഷേ നമുക്ക് എണീറ്റല്ലേ പറ്റും. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ മീൻ വാങ്ങിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തണുപ്പ് മാറാൻ വെച്ചിട്ട് പിന്നെ അതേ ചോറ് നേരത്തെ തിളപ്പിച്ചൂറ്റിയേ. പിന്നെ ഞാൻ ആദ്യമേ ചെയ്തത് ചായ ഇടാൻ കേട്ടോ കയറുന്നത്. എങ്കിലും എനിക്ക് ഉഷാറാവത്തുള്ളൂ കേട്ടോ. ചായ കുടിച്ചപ്പോൾ നമുക്ക് ഏത് പണിയും പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് നേരം ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു കേട്ടോ. പിന്നെ വേറൊന്നും അല്ല ആലോചിച്ചത്, എൻ്റെ അമ്മേനെ പറ്റിയാണ് ആലോചിച്ചത്. അമ്മയൊക്കെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട, രാവിലെ എണീക്കുക, കുളിക്കുക, കഴിക്കുക, എന്തെങ്കിലും തിന്നുണ്ടെങ്കിൽ തിന്നുക, അല്ലെങ്കിൽ കൊണ്ടുപോവുക. പക്ഷേ ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ സവാളയും കൊച്ചുള്ളിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ ഇനി സവാളയും കൊച്ചുള്ളി എങ്ങനെയൊക്കെ അരിഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് നീറും കേട്ടോ. പിന്നെ ആദ്യമായിട്ടാട്ടോ ഞാൻ ഈ മീൻ പീര വെക്കാൻ പോകുന്നത്. പക്ഷേ ഫസ്റ്റിൽ തന്നെ ട്രയൽ തന്നെ എനിക്ക് സക്സസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മീൻ ഒന്ന് വറക്കാൻ വെച്ചിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എന്നും മീനുണ്ടോയെന്ന്. പണ്ട് എൻ്റെ അമ്മ പറയാറുണ്ട് കേട്ടോ, ഭാവിയിൽ എന്നെ മീൻകാരനെയും കൊണ്ടേ കിട്ടിപ്പിക്കത്തുള്ളത്. അത്രയ്ക്ക് ഇഷ്ടമാട്ടോ എനിക്ക് മീനും ചിക്കനും ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചതിന് സമയം നോക്കാൻ നേരം 6:30. ഞാൻ എണ്ണീറ്റത് 6:30ക്കാണ്. പിന്നെ നോക്കിയപ്പോൾ 6:30 എന്താല്ലേ. അപ്പോൾ കേട്ടോ മനസ്സിലായി ക്ലോക്ക് പണിയാണെന്ന്. പിന്നെ പെട്ടെന്നൊരു മുട്ടയും കൂടെ അങ്ങ് പൊടിച്ചെടുത്തിട്ടോ. പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇതേ 2 പീസ് കേക്ക് ഫ്രിഡ്ജ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചോട്ടോ. ഞാൻ ഒരു കേക്ക് ബ്രാൻഡി കൂടാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളുവേ. എൻ്റെ കൈ അങ്ങനെ പൊള്ളിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് തവണ അങ്ങനെ പൊള്ളിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സൂക്ഷിച്ചാട്ടോ നോക്കുന്നത്. അതൊക്കെ അതിൻ്റെ ഇതൊക്കെ ആട്ടോ ഇന്നത്തെ കറി എന്ന് പറയുന്നത്. മീൻ പിന്നെ ഞങ്ങൾ ലാബിൽ കൊണ്ടുപോകത്തില്ല കേട്ടോ. എപ്പോൾ പോയാൽ ഈ ഒരു പാട്ട് എനിക്ക് അധികം കാണും കേട്ടോ പൊതിക്കകത്ത്. അതൊക്കെ അതിൻ്റെ ലാബിലെത്തി നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇതെന്തോ അവിടെ നിന്ന് കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്.